ഹായ്, ഇന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കിയല്ലോ. അങ്ങനെ മാങ്ങ എല്ലാം അരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് ഒരു പീസ് എടുത്ത് കഴിച്ചപ്പോഴും അസാധ്യ പുളിയായിരുന്നു മാങ്ങയ്ക്ക്. അങ്ങനെ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ആ ചട്ടി നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കുക. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് കൂടി ഇട്ട് കഴിഞ്ഞ് വറ്റൽമുളക് കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് മാങ്ങാച്ചാറിലേക്ക് ഇടാൻ ഞാൻ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ അരിഞ്ഞതിട്ട് ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കും. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വരാൻ, അത് സെറ്റായി വരുമ്പോഴത്തേന് അതിലേക്ക് ഒരു അത്യാവശ്യം ഞാനൊരു ഉരുണ്ട കായം അതുകൂടെ അങ്ങിട്ട് കൊടുക്കും. കാരണം ആ എണ്ണയ്ക്കകത്ത് കിടന്ന് അത് മൂത്ത് റെഡി ആയിക്കോളുമല്ലോ. അങ്ങനെ കായോട് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി അതൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസൊക്കെ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടേക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം എരിയുള്ള മുളക് പൊടിയാണ്. അന്നേരം മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ അതിൻ്റെ ആ പച്ച മണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേന് ഫ്ലെയിം ഓഫാക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ മാങ്ങ അതിലേക്ക് തട്ടണം. മാങ്ങ അതിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഞാൻ വെള്ളമോ വിനാഗിരിയോ ചേർക്കാറില്ല. ചിലരൊക്കെ വിനാഗിരി ഒഴിച്ച് തിളപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ അത് നല്ലതുപോലെ ഇളക്കി സെറ്റാക്കി ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടച്ച് വെക്കണം. 3-4 മണിക്കൂർ. ആ 3-4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വന്ന് ഇളക്കി നോക്കുമ്പോഴത്തേന് ആ ഉപ്പും പുളിയെല്ലാം കൂടെ ഇറങ്ങി അത്യാവശ്യം വേണ്ടുന്ന വെള്ളം പോലെ ഗ്രേവിയൊക്കെ ആയിട്ട് ആ അച്ചാർ സെറ്റായിരിക്കും. അത് കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും, കേടാവത്തില്ല, വെള്ളം തൊടാത്തതുകൊണ്ട്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ മറക്കാതെ.